الحمد لله الكريم المنان المتفضل على عباده بأصناف النعم وأنواع الإحسان وأشهد أن لا إله إلا الله وحده لا شريك له الملك الديان وأشهد أن محمدا عبده ورسوله المبعوث بالهدى والرحمة والصلاح القلوب والأبدان صلى الله عليه وعلى آله وأصحابه والتابعين لهم بإحسان وسلم تسليما كثيرا أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها المسلمون أوصيكم ونفسي بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെയൊക്കെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കുന്ന, നൊമ്പരപ്പെടുത്തുന്ന മരണത്തിന്റെ വാർത്തകളാണ് നമ്മൾ ഓരോരുത്തരും. കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മളോട് വിട പറഞ്ഞ പ്രിയപ്പെട്ട സഹോദരൻ സഫീർ മുബാറക്, അതുപോലെ കഴിഞ്ഞ ആഴ്ചയിൽ എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരനും സുഹൃത്തുമായ ഉസ്മാൻ സാഹിബ്, ഇത്തരത്തിലുള്ള ഒരുപാട് മരണവാർത്തകൾ അങ്ങേയറ്റത്തെ ദുഃഖാർദ്ധമായ രൂപത്തിലാണ് നമ്മൾ ഓരോരുത്തരും ഉൾക്കൊണ്ടിട്ടുള്ളത്. പ്രിയപ്പെട്ട വിശ്വാസികളെ, ആ ഒരു നോവ്, ആ ഒരു വേദന നമ്മൾ ഓരോരുത്തരെയും തേടിയെത്തുന്നതിന് മുമ്പ് ഒരു മുന്നൊരുക്കം വിശ്വാസികൾ എന്ന നിലക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരുക്കേണ്ടതുണ്ട്. സാധാരണഗതിയിൽ പഴമക്കാർ പറയാറുണ്ട്, മരണം മനുഷ്യന്റെ മടിത്തട്ടിൽ ഉറങ്ങുകയാണ് എന്ന്. ആ മനുഷ്യനിലേക്ക് എന്ന്, എവിടെ, എപ്പോൾ, എങ്ങനെ എന്ന ചോദ്യങ്ങൾക്കൊന്നും തന്നെ മനുഷ്യരായ നമുക്ക് കൃത്യമായി ഉത്തരം പറയുക സാധ്യമല്ല. അതുകൊണ്ടാണ് മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇപ്രകാരം തന്റെ സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്നത്, ഇദാ ഖലല്ലാഹു ലിഅബ്ദിൻ അയ്യമൂത ബിഅർളിൻ ജഅല ലഹു ഇലൈഹാ ഹാജതൻ ഔ ഖാല ബിഹാ ഹാജ. ഒരു മനുഷ്യന് ഇന്ന സ്ഥലത്ത് വെച്ചുകൊണ്ടാണ്, ഇന്ന രൂപത്തിലാണ് അവന്റെ മരണത്തെ അള്ളാഹു തീരുമാനിച്ചിട്ടുള്ളതെങ്കിൽ ആ സ്ഥലത്തേക്ക്, ആ സമയത്തേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടേക്ക് പോകേണ്ട ഒരാവശ്യം അള്ളാഹു ആ മനുഷ്യന് ഉണ്ടാക്കി കൊടുക്കുമെന്നാണ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ടാണ് മഹാനായ സ്വഹാബി ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, കുന്നാ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങളുടെ കൂട്ടത്തിലായിരിക്കെ, ഫീ ജനാസത്തിൻ, ഞങ്ങൾ ഒരു ജനാസയുടെ മയ്യത്തിന്റെ സംസ്കരണത്തിന്റെ സമയത്തിലൂടെയായിരുന്നു കടന്നുപോയിരുന്നത്. ഫജലസ അലാ ഷഫീറുൽ ഖബരി, മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഖബറിന്റെ അടുത്ത് പ്രവാചകൻ ഇങ്ങനെ ഇരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഫബകാ ഹത്താ ബല്ല സറാ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ താടിരോമങ്ങളിലൂടെ പ്രവാചകന്റെ കണ്ണുനീർ തുള്ളികൾ ആ ഖബറിന്റെ മുകളിൽ വിരിക്കപ്പെട്ട മണലിലേക്ക് ഇങ്ങനെ ധാരധാരയായി ഇങ്ങനെ ഇറ്റിറ്റ് വീഴുന്നുണ്ട്. എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബ് വിറക്കുന്ന കൈകളോടെ, വിറക്കുന്ന ചുണ്ടുകളോടെ, കണ്ണീര് വാർക്കുന്ന കണ്ണുകളോടുകൂടി
അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങളിലേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് പറയുകയാണ്, യാ ഇഖ്വാനി, എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ലിമിത്ലി ഹാദാ ഫഅഇദ്ദു, ഈ ഒരു മരണം നിങ്ങളുടെ ജീവിതത്തിലേക്കും കടന്നു വരാനുണ്ട്. അതുകൊണ്ട് തന്നെ ആ മരണത്തിന് മുമ്പായി നിങ്ങളുടെ ജീവിതത്തെ, നിങ്ങളുടെ കർമ്മങ്ങളെ നിങ്ങൾ നന്നാക്കി തീർക്കുക. നല്ല സൽസ്വഭാവത്തിന്റെ സൽരീതിയിലുള്ള ജീവിതത്തെ കെട്ടിപ്പടുക്കുക എന്ന് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്ത രംഗം പ്രിയപ്പെട്ടവരെ നമുക്ക് കാണുവാൻ സാധിക്കും. ഒരു മനുഷ്യന് 3 കൂട്ടുകാരെ ശേഖരിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് പ്രവാചകൻ ഒരു ഉദാഹരണത്തിലൂടെ വളരെ കൃത്യതയോടുകൂടി പഠിപ്പിക്കുന്നത്. എന്നിട്ട് പ്രവാചകൻ പറയാണ്, ഫഖാല അഹദുഹും, ആ കൂട്ടുകാരിൽ ഒന്നാമത്തെ കൂട്ടുകാരൻ ഈ മനുഷ്യനോട് പറയുകയാണ്, അന മഅക ഹയാതക്, അല്ലയോ കൂട്ടുകാരാ, നിന്റെ ദുന്യവിയായ ജീവിതത്തിന്റെ ഏതൊരു സാഹചര്യത്തിലും ഞാൻ നിന്റെ കൂടെയുണ്ടാകും. പക്ഷേ ഫഇദാ മിത്ത, എന്നാൽ നീ മരണപ്പെട്ടു കഴിഞ്ഞാൽ, ഫലസ്തു മിൻക വലസ്ത മിന്നീ, ഞാൻ നിന്റെ കൂടെയോ നീ എന്റെ കൂടെയോ ഉണ്ടാവുകയില്ല. അത് ദുനിയാവോടുകൂടി തീർന്നുപോയി ആ ഫ്രണ്ട്ഷിപ്പ് എന്നാണ് ഒന്നാമത്തെ ആള് പഠിപ്പിക്കുന്നത്. ആരാണ് സഹോദരങ്ങളെ ആ ഒന്നാമത്തെ കൂട്ടുകാരൻ? പ്രവാചകൻ പറയുകയാണ്, ഫഹുവ മാലുഹു, അത് അവൻ ദുനിയാവിൽ സമ്പാദിച്ചു കൂട്ടിയ സമ്പാദ്യങ്ങളാണ്. ആ സമ്പാദ്യങ്ങൾ നമ്മൾ ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. മരണത്തോടുകൂടി ആ ഡിപ്പോസിറ്റ് നമ്മുടേതല്ല, നമ്മുടെ കൂടെ നമ്മുടെ ഖബറിലേക്ക് അത് വെക്കപ്പെടുകയില്ല. പ്രിയപ്പെട്ടവരെ, വഖാലൽ ആഖർ, രണ്ടാമത്തെ കൂട്ടുകാരനെ കുറിച്ച് പ്രവാചകൻ പറയാം, അന മഅക, ഞാൻ നിന്റെ കൂടെ ഉണ്ടാകും. ഫഇദാ ബലഅത് തിൽഖൽ ഖബരിക്, നിന്റെ ഖബർ വരെ ഞാൻ നിന്റെ കൂടെ എപ്പോഴും ഉണ്ടാകും. ഫലസ്തു മിൻക വലസ്ത മിന്നീ, ആ ഖബർ കഴിഞ്ഞാൽ ഞാൻ നിന്നെയോ നീ എന്നെയോ അറിയുകയില്ല, ആ ബന്ധമുണ്ടാവുകയില്ല. ഫഹുവ അഹ്ലുഹു, രണ്ടാമത്തെ കൂട്ടുകാരൻ ആരാ? നമ്മുടെ കുടുംബങ്ങൾ. അവർ ഏതുവരെ ഉള്ളൂ സഹോദരങ്ങളെ? നമ്മുടെ ഖബർ വരെ ഉള്ളൂ. അള്ളാഹുവിന്റെ റസൂല് പറയാൻ, വഖാലൽ ആഖർ, മൂന്നാമത്തെ കൂട്ടുകാരൻ എന്ന് പറയുന്നത്, അന മഅക ഹയ്യൻ വമയ്യിതൻ, ഞാൻ നിന്റെ ജീവിതത്തിലും നിന്റെ മരണത്തിലും എപ്പോഴും നിന്റെ കൂടെ ഉണ്ടാകും, ഞാൻ നിന്നെ ഒഴിവാക്കില്ല. ഏതാണ് നമ്മളെ ജീവിതത്തിലും മരണത്തിലും കൈപിടിച്ച് കൂടെയുള്ളത്? ആരാ പ്രിയപ്പെട്ടവരെ? ഫഹുവ അമലുഹു, നമ്മൾ നിർവഹിച്ചിട്ടുള്ള സൽക്കർമ്മങ്ങൾ, അമലു സ്വാലിഹാത്തുകൾ, ദിക്റ് ദുആഉ സ്വലാത്തുകൾ, ചെറുതും വലുതുമായ സ്വദഖാത്തുകൾ. ഒരു മനുഷ്യനെ കാണുമ്പോൾ അയാളെ അറിഞ്ഞാലും അറിഞ്ഞിട്ടില്ലെങ്കിലും ഒരു മന്ദസ്മിതമായിട്ടുള്ള ഒരു പുഞ്ചിരി സമ്മാനിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ പുഞ്ചിരിക്ക് പോലുമുള്ള പ്രതിഫലം നൽകപ്പെട്ട മനുഷ്യൻ. ഇതിൽ ഏത് കൂട്ടുകാരനെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മുറുകെ പിടിക്കേണ്ടത് സഹോദരങ്ങളെ? അനശ്വരത വേണോ? ശാശ്വതമായ കൂട്ടുകാരനെ വേണോ? അതുകൊണ്ടാണ് മഹാനായ പണ്ഡിതൻ അബൂ അലി അദ്ദഖാഖ് റഹിമഹുല്ലാ തന്റെ അനുജന്മാർക്ക് ഇപ്രകാരം പഠിപ്പിച്ചു കൊടുക്കുന്നത്, മൻ അക്സറ മിൻ ദിക്രിൽ മൗത്ത്, നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണോ തന്റേക്ക് വരാൻ കാത്തിരിക്കുന്ന മരണത്തെക്കുറിച്ച് ധാരാളമായി ഓർത്തുകൊണ്ടിരിക്കുന്നത്, ഉക്രിമ ബിസലാസത്തി അഷ്യാഇൻ, തീർച്ചയായും അവന് 3 രൂപത്തിലുള്ള ആദരവുകൾ റഹ്മാനായ റബ്ബ് ആ മനുഷ്യന്റെ ജീവിതത്തിൽ ഇട്ടുകൊടുക്കുന്നതാണ്. ഒന്നാമത്തത് തഅജീലി തൗബ, തൗബകൾ ധാരാളമായി വർദ്ധിപ്പിക്കാനുള്ള ആയുസ്സും ആരോഗ്യവും സാഹചര്യവും മരണത്തെക്കുറിച്ച് സദാ ഓർത്തുകൊണ്ടിരിക്കുന്ന മനുഷ്യന്റെ ജീവിതത്തിൽ അള്ളാഹു വിട്ടുകൊടുക്കും. രണ്ടാമത്തത് എന്താ? വഖനാഅത്തിൽ ഖൽബ്, അള്ളാഹു സുബ്ഹാനഹു വ തആല ആ മനുഷ്യന് ദുനിയാവിൽ എന്താണോ മഈശത്തായി റിസ്ക്കായി വിധിച്ചിട്ടുള്ളത്, നൽകിയിട്ടുള്ളത്, ആ നൽകപ്പെട്ടതിൽ അവന്റെ ഹൃദയം കൊണ്ടുള്ള തൃപ്തിയും ഐശ്വര്യവും അള്ളാഹു വിട്ടുകൊടുക്കുകയും ചെയ്യും. മരണത്തെ സദാസമയവും ഓർത്തുകൊണ്ടിരിക്കുന്ന മനുഷ്യന് അള്ളാഹു നൽകുന്ന മൂന്നാമത്തെ ആദരവ് വനശാത്തിൽ ഇബാദ, ഇബാദത്തുകളോടുള്ള അമിതമായ ഉത്സാഹം, ആരാധനകളിൽ ചെറുതും വലുതുമായ സൽക്കർമ്മങ്ങളിൽ ഏർപ്പെടാനുള്ള ഒരു ത്വര ആ മനുഷ്യന്റെ ജീവിതത്തിൽ എപ്പോഴും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇട്ടുകൊടുക്കും എന്നാണ്. വമൻ നസിയൽ മൗത,
ഇനി നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും മരണത്തെ ഓർക്കാതെ ദുനിയാവിനെ വാരിപ്പുണർന്ന് കെട്ടിപ്പിടിച്ച് ആഹ്ലാദത്തിലും അമിതമായ സന്തോഷത്തിലും മതിമറന്നുകൊണ്ട് ജീവിക്കുന്നവരാണോ എങ്കിൽ അവന്റെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 3 രൂപത്തിലുള്ള ശിക്ഷകൾ നൽകാതിരിക്കുകയില്ല എന്നാണ് പഠിപ്പിക്കുന്നത്. അതിൽ ഒന്നാമത്തെ ശിക്ഷ തസ്വീഫിത് തൗബ, തൗബ ചെയ്യാനുള്ള അവസരം അല്ലാഹു എടുത്തു കളയുന്ന, മരണത്തെ ഓർക്കാതെ ജീവിച്ച മനുഷ്യന് ലഭിക്കുന്ന രണ്ടാമത്തെ ശിക്ഷ കയ്യിലുള്ളതിൽ തൃപ്തി വരാത്തൊരവസ്ഥ. മരണത്തെക്കുറിച്ച് ഓർക്കാതെ ദുനിയാവിന് വേണ്ടി പരക്കം മാഞ്ഞുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യന് അള്ളാഹു നൽകാനിരിക്കുന്ന മൂന്നാമത്തെ ശിക്ഷ ഇബാദത്തുകൾ ചെയ്യാനുള്ള മടി അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ജീവിതത്തിൽ ഇട്ടുകൊടുക്കുന്നതാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാവിധ ദുന്യവിയായ ആസ്വാദനങ്ങളെയും ആഹ്ലാദങ്ങളെയും ഐശ്വര്യങ്ങളെയും സന്തോഷങ്ങളെയും ബന്ധുമിത്രാദികളെയും മുറിച്ചു കളയുന്ന ആ ഒരു മരണത്തെ നമ്മുടെ ജീവിതത്തിൽ സദാ ഓർമ്മിക്കപ്പെടാൻ വിശ്വാസികളായ എനിക്കും നിങ്ങൾക്കും സാധിക്കണമെന്നാണ് പരിശുദ്ധ ഇസ്ലാം പ്രിയപ്പെട്ടവരെ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് മഹാനായ സ്വഹാബി സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു തന്റെ അനുചരന്മാർക്ക് ഇപ്രകാരം പഠിപ്പിച്ചു കൊടുക്കുന്നത്, മൂന്ന് കാര്യങ്ങൾ മനുഷ്യരെ കുറിച്ച് ഓർക്കുമ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തുകയും എന്നെ ചിരിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അതിൽ ഒന്നാമത്തെ കാര്യത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നത്, മനുഷ്യർ ദുനിയാവിന്റെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുന്നു, പക്ഷേ അവന്റെ മരണം അവന്റെ പിന്നാലെയുണ്ട് എന്ന യാഥാർത്ഥ്യം അവൻ വിസ്മരിച്ചു കളയുന്നു. രണ്ടാമത്തെ കാര്യത്തെക്കുറിച്ച് അദ്ദേഹം പറയാണ്, അവൻ മരണത്തെക്കുറിച്ച് അശ്രദ്ധനായിക്കൊണ്ടാണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്, പക്ഷേ അവന്റെ മരണമാകട്ടെ അവനെക്കുറിച്ച് അശ്രദ്ധനല്ല എന്നാണ്. ഇനി മൂന്നാമത്തെ കാര്യത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നത്, അള്ളാഹു തന്നെ കുറിച്ച് കോപത്തിലാണോ തൃപ്തിയിലാണോ എന്നൊന്നും ചിന്തിക്കാതെ ദുനിയാവിൽ മറന്നുകൊണ്ട് ചിരിച്ച് ഉല്ലസിച്ച് അട്ടഹസിച്ച് ജീവിക്കുന്ന മനുഷ്യരാണ് നമുക്ക് ചുറ്റും കാണാൻ കഴിയുന്നത് എന്നാണ് മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, സഹോദരങ്ങളെ, എല്ലാ സമയവും നമ്മുടെ ജീവിതത്തിൽ ആ ഒരു മരണത്തിന്റെ ഓർമ്മ നമുക്കുണ്ടാകണം. പ്രിയപ്പെട്ടവരെ, സഹോദരങ്ങളെ, അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ ഉറക്കത്തിൽ നിന്നും എഴുന്നേൽക്കുകയാണ്. എഴുന്നേറ്റപ്പോ അള്ളാഹുവിന്റെ റസൂല് ഈന്തപ്പന പട്ട വിരിച്ചിട്ടാണ് കിടന്നുറങ്ങിയത്. ആ ഈന്തപ്പന പട്ടയിൽ നിന്നും എഴുന്നേൽക്കുമ്പോ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിൽ ആ പട്ടയുടെ അടയാളങ്ങൾ പ്രവാചകന്റെ ശരീരത്തിൽ കാണപ്പെട്ടു. പ്രവാചകന്റെ കൂടെയുണ്ടായിരുന്ന അനുജന്മാർ അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, അള്ളാഹുവിന്റെ റസൂലെ, അങ്ങേക്ക് നല്ല സുന്ദരമായി ഉറങ്ങാൻ കഴിയുന്ന നല്ല ഒരു മെത്ത, ഒരു ബെഡ് ഞങ്ങൾ ഒരുക്കി തരട്ടെ എന്ന് സ്വഹാബികൾ ചോദിച്ചപ്പോ പ്രവാചകൻ നൽകിയ മറുപടി, ഞാനും ഈ ദുനിയാവും തമ്മിൽ എന്ത് ബന്ധമാണ്, ഞാനും ഈ ദുനിയാവും തമ്മിൽ എന്ത് ബന്ധമാണ് എന്ന് ചോദിക്കാൻ, അവനവനോട് ചോദിക്കാൻ പ്രിയപ്പെട്ടവരെ എനിക്കും നിങ്ങൾക്കും സാധ്യമാകണമെന്നാണ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് മഹാനായ പ്രവാചകന്റെ ഏറ്റവും അടുത്ത അനുജന്മാരിൽ ഒരാൾ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു രോഗം പിടിപെട്ടുകൊണ്ട് തന്റെ കട്ടിലിൽ ഇങ്ങനെ കിടക്കുകയാണ്. സഹോദരങ്ങളെ, ആ സമയത്ത് ബകാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഫഖീല ലഹു, അങ്ങനെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു കരഞ്ഞപ്പോ അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു, മാ യുബ്കീക യാ അബാ ഹുറൈറ, അല്ല അബൂ ഹുറൈറ, താങ്കൾ എന്തിനാണ് ഈ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്? അദ്ദേഹം പറയുകയാണ്, സഹോദരങ്ങളെ, അമാ ഇന്നി ലാ അബ്കീ അലാ ദുനിയാകും ഹാദിഹി, ഈ ദുനിയാവിൽ എനിക്ക് നഷ്ടപ്പെടാനിരിക്കുന്ന സന്തോഷങ്ങളെ കുറിച്ച്, അനുഭൂതികളെ കുറിച്ച് ഓർത്തുകൊണ്ടല്ല ഞാൻ കരയുന്നത്, മറിച്ച് വലാകിന്നി അബ്കീ ബുഅദി സഫരി, എനിക്കിനി സുദീർഘമായിട്ടുള്ള യാത്രയാണ് എന്നെ കാത്തിരിക്കുന്നത്, ആ യാത്രയെക്കുറിച്ച് ഓർത്തിട്ടാണ് ഞാൻ കരയുന്നത്. വഖില്ലത്തിൻ സാദി, ആ യാത്രക്ക് വേണ്ട വിഭവങ്ങൾ എൻ്റെ അടുക്കൽ വളരെ കുറവുമാണ്, നന്മകൾ അമൽ സ്വാലിഹാത്തുകൾ വളരെ കുറഞ്ഞു പോയിരിക്കുന്നു. ആ കുറവിനെ ഓർത്തുകൊണ്ട് ആ സുദീർഘമായി യാത്ര ചെയ്യാനുള്ള
ആ ബർസഖിനെ ഓർത്തുകൊണ്ടാണ് ഞാൻ കരയുന്നത് എന്ന്. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ 63 വയസ്സ് വരെയാണ് ദുനിയാവിൽ ജീവിച്ചത്. 1400 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു അള്ളാഹുവിന്റെ ഹബീബ് കബറാളിയായിട്ട്. ദുനിയാവിൽ ജീവിച്ചതിനേക്കാളും കൂടുതൽ ജീവിതകാലം എവിടെയാ? എന്നെയും നിങ്ങളെയും കാത്തിരിക്കുന്ന മരണത്തിന് ശേഷം ഉറ്റവരും ഉടയവരും കുടുംബക്കാരും സുഹൃത്തുക്കളും നാട്ടുകാരും എല്ലാവരും കൂടി 3 കഷ്ണ വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് കൊണ്ടുപോയി വെക്കാനിരിക്കുന്ന പരലോകത്തിന്റെ ഇടത്താവളമായ നമ്മുടെ ബർസഖിലാണ് പ്രിയപ്പെട്ടവരെ. അവിടേക്കുള്ള മുന്നൊരുക്കം എനിക്കും നിങ്ങൾക്കും ജീവിതത്തിൽ നേടാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങൾ ശരിക്കും ആലോചിക്കുക. ആ രൂപത്തിൽ അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ നൽകാനിരിക്കുന്ന ആ മരണമാകുന്ന യാഥാർത്ഥ്യത്തെക്കുറിച്ച് ഓർത്തുകൊണ്ട്, ചിന്തിച്ചുകൊണ്ട്, മരണമെന്ന ഉപദേശകനെ ഭയപ്പെട്ടുകൊണ്ട് കർമ്മങ്ങളെ ചിട്ടപ്പെടുത്താൻ, നന്മകളിലൂടെ നമ്മുടെ ജീവിതത്തെ സഞ്ചരിപ്പിക്കാൻ വിശ്വാസികളെ നമുക്ക് സാധിക്കണം. അതുകൊണ്ടാണ് മഹാനായ വഹബ് ബിന് മുനബ്ബിഹ് റഹിമഹുല്ലയുടെ അടുക്കലേക്ക് ഒരാൾ വന്നുകൊണ്ട് ഇപ്രകാരം ചോദിക്കുന്നുണ്ട്, അല്ലിംനി ഷൈഅൻ യൻഫഅനി അല്ലാഹു ബിഹി. അള്ളാഹുവിന്റെ പക്കൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഉപകാരം ലഭിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് എനിക്ക് പഠിപ്പിച്ചു തന്നാലും എന്ന്. ആ സമയത്ത് വഹബ് റഹിമഹുല്ല അദ്ദേഹത്തിന് നൽകിയ ഉപദേശം, അക്സിർ മിൻ ദിക്റിൽ മൗത്ത്. നീ മരണത്തെക്കുറിച്ച് ധാരാളമായി ഓർത്തുകൊണ്ടേ ഇരിക്കുക. മാത്രമല്ല, ഈ ദുന്യവിയായ ജീവിതത്തിന്റെ അനുഭൂതികൾ, ആസ്വാദനങ്ങൾ, ഐശ്വര്യങ്ങളെ കുറിച്ചുള്ള നിന്റെ ആഗ്രഹങ്ങളെ നീ ചുരുക്കി വെക്കുകയും ചെയ്യുക എന്നാണ് അദ്ദേഹം പഠിപ്പിച്ചു കൊടുക്കുന്നത്. സഹോദരങ്ങളെ, മുൻഗാമികൾ ആ മരണത്തെ അങ്ങേയറ്റം ഭയപ്പാടോടുകൂടിയാണ് നോക്കിക്കണ്ടിരുന്നത് എന്നാണ് പരിശുദ്ധ ഇസ്ലാം എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നത്. സഹോദരങ്ങളെ, മഹാനായ ഹസനുൽ ബസീർ റഹിമഹുല്ല മരണാസന്നനായി കിടക്കുന്ന ഒരു യുവാവിനെ സന്ദർശിച്ചുകൊണ്ട് വീട്ടിലേക്ക് തിരിച്ചു മടങ്ങി. വീട്ടിലെത്തി വീട്ടുകാർ മഹാനായ ഹസനുൽ ബസീർ റഹിമഹുല്ലക്ക് കഴിക്കാനുള്ള ഭക്ഷണവും പാനീയങ്ങളും എല്ലാം ഒരുക്കി വെച്ചു. അദ്ദേഹത്തെ അവിടേക്ക് ക്ഷണിച്ചു. മഹാനായ ഹസനുൽ ബസീർ റഹിമഹുല്ല തന്റെ വീട്ടുകാരോട് പറയുകയാണ്, അല്ലയോ എൻ്റെ അഹ്ലുകാരെ, നിങ്ങളുടെ ഭക്ഷണവും പാനീയങ്ങളും അവിടെ തന്നെ വെച്ചേക്കുക. അള്ളാഹു തന്നെയാണ് സത്യം. ഒരു യുവാവും മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വല്ലാത്തൊരു മൽപ്പിടുത്തം. ആ യുവാവിന്റെ കണ്ണുകൾ ആകാശത്തിന്റെ വിരിമാറിലേക്ക് ഇങ്ങനെ തുറച്ചു നോക്കുന്ന ഒരു കാഴ്ച, ആ മനുഷ്യന്റെ കൈകാലുകൾ എങ്ങനെ മടങ്ങിപ്പോകുന്ന ഒരു കാഴ്ച, ആ യുവാവിന്റെ നരമ്പുകൾ ചുരുങ്ങിപ്പോകുന്ന ഒരു കാഴ്ച, ആ യുവാവിന്റെ കാലുകൾ തമ്മിൽ കൂട്ടിപ്പിണക്കുന്ന വല്ലാത്തൊരു കാഴ്ച ഞാൻ ഇന്ന് കാണാൻ ഇടയായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു മരണം എന്റെ ജീവിതത്തിലേക്ക് വരുന്നതിന് മുമ്പ് അതിനു വേണ്ടി ഞാൻ എന്തെങ്കിലും ഒരു അമല് ഒരുക്കി വെക്കട്ടെ, അതിനുവേണ്ടി ഒരൽപ്പസമയം എന്നെ അനുവദിക്കൂ എന്ന് മഹാനായ പണ്ഡിതൻ ഹസനുൽ ബസീർ റഹിമഹുല്ല പറഞ്ഞ രംഗം നമുക്ക് കാണുവാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, ആ മരണം നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നതിന് മുമ്പ് എന്തൊരു മുന്നൊരുക്കമാണ് എനിക്കും നിങ്ങൾക്കും ജീവിതത്തിൽ നിർവഹിക്കാനുള്ളത്. സഹോദരങ്ങളെ, അതുകൊണ്ടാണ് അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങളുടെ കൂട്ടത്തിലായിരിക്കെ ഫജാഅഹു റജുലുൻ മിനൽ അൻസ്വാരി, അൻസ്വാറുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു സ്വഹാബി പ്രവാചകന്റെ അടുക്കിലേക്ക് കടന്നു വന്നു. എന്നിട്ട് ആ മനുഷ്യൻ പ്രവാചകനോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് അയ്യുൽ മുഅ്മിനീന അഫ്ളൽ, സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ ഏറ്റവും അഫ്ളലായ മനുഷ്യൻ ആരാണ് എന്ന് ചോദിച്ച രംഗമുണ്ട്. പ്രവാചകൻ അദ്ദേഹത്തിന് നൽകിയ മറുപടി, അഹ്സനുഹും ഖുൽഖ, സത്യവിശ്വാസി ആയാൽ പോരാ, ആ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ സ്വഭാവം കൊണ്ട്, കർമ്മം കൊണ്ട്, പെരുമാറ്റം കൊണ്ട്, സംസാരം കൊണ്ട്, ഇടപെടൽ കൊണ്ട് അവൻ യഥാർത്ഥ മുഅ്മിനാകണം. അവനാണ് ഏറ്റവും അഫ്ളലായ മനുഷ്യൻ. ഫഅയ്യുൽ മുഅ്മിനീന അഖിയസ്, അല്ലാഹുവിന്റെ റസൂലേ, സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ ഏറ്റവും ബുദ്ധിയുള്ള മനുഷ്യൻ ആരാണ്? പ്രവാചകൻ പറയുകയാണ്, സഹോദരങ്ങളെ, അക്തറുഹും ലിൽ മൗതി ദിക്റാ, തന്നിലേക്ക് വരാനിരിക്കുന്ന മരണത്തെക്കുറിച്ച് ധാരാളമായി സദാസമയവും ഓർത്തുകൊണ്ടിരിക്കുന്ന മനുഷ്യനാണ്. മാത്രമല്ല വഹ്സനുഹും ലിമാ ബഅദഹു ഇസ്തിഖദാദ,
ആ മരണത്തിന് ശേഷം ചെന്നെത്താനുള്ള ബർസഖിയായ ജീവിതത്തെ ധന്യമാക്കാൻ കഴിയുന്ന, പ്രകാശപൂരിതമാക്കാൻ കഴിയുന്ന, വിശാലമാക്കാൻ കഴിയുന്ന, ജീവിതത്തിന് ആവശ്യമായ നന്മകൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നവനാണ് സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ ഏറ്റവും ബുദ്ധിയുള്ള മനുഷ്യനെന്ന് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രിയപ്പെട്ട വിശ്വാസികളെ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ആ മരണത്തെക്കുറിച്ച് സദാ ഓർമ്മിക്കാൻ പ്രിയപ്പെട്ടവരെ എനിക്ക് നിങ്ങൾക്ക് സാധിക്കണം. അങ്ങനെ ഓർക്കാതെയാണ് ദുനിയാവിൽ ഞാനും നിങ്ങളും ജീവിക്കുന്നതെങ്കിൽ കല്ലാ ഇദാ ബലഅത്തി തറാഖി, നമ്മുടെ മരണം നമ്മുടെ തൊണ്ടക്കുഴിയിലെത്തുന്ന ആ ഒരു സന്ദർഭത്തിൽ വഖീല മൻ റാഖ്, മന്ത്രിക്കാൻ ആരുണ്ട് എന്ന് പറയുന്നൊരവസ്ഥ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ വരാനുണ്ട്. വദന്ന അന്നഹുൽ ഫിറാഖ്, ആ സമയത്ത് അവൻ വിചാരിക്കുന്നു ദുനിയാവിൽ നിന്നും, ആ ദുന്യവിയായ ജീവിതത്തിന്റെ അലങ്കാരങ്ങളിൽ നിന്നും, എന്റെ ബന്ധുമിത്രാദികളിൽ നിന്നുമുള്ള വിട പറയൽ ഇതാ സമാഗതമായിരിക്കുന്നു എന്നവൻ വിചാരിക്കുന്നു. മഹാനായ ഹസൻ ബസ്ർ റഹ്മഹുള്ള പറഞ്ഞ വാക്കില്ലേ, ആ യുവാവിന്റെ കാലുകൾ അവന്റെ മരണത്തോടടുത്തപ്പോൾ കൂട്ടിപ്പിണയുന്ന രംഗം ഞാൻ കണ്ടു എന്ന് അള്ളാഹു പറയാ. മനുഷ്യരെ, നിങ്ങളുടെ സഖറാത്തിൽ മൗത്തിന്റെ വേദന അനുഭവിക്കുന്ന സന്ദർഭത്തിൽ നിങ്ങളുടെ കനങ്കാലുകൾ പരസ്പരം കൂട്ടിമുട്ടുന്ന ഒരു സന്ദർഭം നിങ്ങൾക്ക് വരാനുണ്ട്. പിന്നെന്തിനാണ് അഹങ്കരിക്കുന്നത്? പിന്നെന്തിനാണ് കിബർ കാണിക്കുന്നത്? പിന്നെന്തിനാണ് പരസ്പരം പകയും വിദ്വേഷവും കോപവും വെറുപ്പും വെച്ചുകൊണ്ട് നടക്കുന്നത്? അള്ളാഹു പറഞ്ഞില്ലേ, അൽഹാഖുമുത് തകാതുർ, ഈ പെരുമ കാണിക്കുന്നത്, ഈ കിബർ കാണിക്കുന്നത്, ഈ അഹന്ത കാണിക്കുന്നത്, വിദ്വേഷം വെക്കുന്നത്, വെറുപ്പ് വെക്കുന്നത്, പകയോടുകൂടി പെരുമാറുന്നത്, ഇതൊക്കെ എന്തിന്റെ പേരിലാ? അതൊക്കെ ഹത്താ സുർതുൽ മഖാബിർ, നിങ്ങളുടെ അവകാശപ്പെട്ട ഖബർസ്ഥാനെത്തുന്നത് വരെ ഉള്ളൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രിയപ്പെട്ട വിശ്വാസികളെ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ആ മരണത്തെ വാരിപ്പുണരുന്ന സന്ദർഭത്തിൽ നല്ല യഖീനോടുകൂടി മുത്തഖിയായി കൊണ്ട് വാരിപ്പുണരാൻ എനിക്കും നിങ്ങൾക്കും സാധ്യമാകേണ്ടതുണ്ട്. അത്തരത്തിലുള്ള മുത്തഖീങ്ങളിൽ, മുവഹിദീങ്ങളിൽ, മുഹസ്സിനീങ്ങളിൽ റഹ്മാനായ റബ്ബ് നാം ഏവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്നും റഹ്മാനായ റബ്ബ് നേരത്തെ തിരിച്ചു വിളിച്ച നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നമ്മുടെ പ്രിയപ്പെട്ട കുടുംബക്കാർ, നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാർ, നാട്ടുകാർ, ദാഇമാർ, ആദർശ ബന്ധുക്കൾ, നേതാക്കന്മാർ, പണ്ഡിതന്മാർ, പ്രബോധകന്മാർ, റഹ്മാനായ റബ്ബ് അവരുടെ എല്ലാവരുടെയും കബറിടങ്ങൾ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. ആ കബറിടത്തിൽ റഹ്മാനായ റബ്ബ് പ്രകാശം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരെയും നമ്മെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, മനുഷ്യരെയും കല്ലുകളെയും ഒരുപോലെ കത്തിച്ച് കരിവാലിക്കുന്ന കഠോരമായ നരകാഗ്നിയിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കൂട്ടുകുടുംബങ്ങളെയും വിശ്വാസികളായ ആളുകളെയും രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കണേ റബ്ബേ. അല്ലാഹുവേ, എല്ലാ നിലക്കുമുള്ള സന്തോഷം നൽകപ്പെടുന്ന മുത്തഖിയായി കൊണ്ടുള്ള ഒരു മരണം ഞങ്ങൾക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണേ റബ്ബേ. അല്ലാഹുവേ, വിശ്വാസികൾക്ക് വേണ്ടി, മുത്തഖീകൾക്ക് വേണ്ടി നീ ഒരുക്കി വെച്ചിരിക്കുന്ന അനന്തവിശാലമായ അനുഗ്രഹ സമ്പൂർണമായ ഐശ്വര്യദായകമായ ജന്നാത്തുൽ ഫിർദൗസിൽ ഞങ്ങളെ പ്രവേശിപ്പിച്ച് അനുഗ്രഹിക്കണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ ചെറുതും വലുതുമായ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്. അവരുടെ എല്ലാവിധ രോഗവും നീ പരിപൂർണമായ രീതിയിൽ ശിഫ നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ ചെറുതും വലുതുമായ കടബാധ്യതകൾ കൊണ്ട് പ്രയാസവും ദുഃഖവും അനുഭവിക്കുന്ന ആളുകളുണ്ട്. അവരുടെ എല്ലാവിധ സാമ്പത്തികമായ ഞെരുക്കങ്ങളും പ്രയാസങ്ങളും കടബാധ്യതകളും നിന്റെ ഔദാര്യം കൊണ്ട് നീ ദൂരീകരിക്കണേ റബ്ബേ. അവരുടെ മനസ്സിലെ നെഞ്ചിലെ ആശങ്കകൾ നീ പരിഹരിക്കണേ റബ്ബേ. അല്ലാഹുമ്മ അഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക സമീഉൻ ഖരീബുൻ മുജീബുദ് ദഅവാത്ത്. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ودمر اعداء الدين وانصر عبادك الموحدين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين ورحمتك يا أرحم الراحمين.